നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേരള പൊറോട്ടയാണ്. ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ പലരുടെയും ബുദ്ധിമുട്ടുള്ള കാര്യം പൊറോട്ട അടിച്ചെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ പൊറോട്ട വീശിയെടുക്കാതെ അല്ലെങ്കിൽ അടിച്ചെടുക്കാതെ ഉണ്ടാക്കിയ പൊറോട്ടയാണിത്. ഒരു റോളിംഗ് പിന്ന് മാത്രം മതിയിട്ടോ നമ്മുടെ ഈ പൊറോട്ട ഇങ്ങനെ നല്ല ഒരുപാട് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് ഈ കേരള സ്റ്റൈൽ ലയേർഡ് പൊറോട്ട റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. ഒരു മുട്ട ചേർത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ചേർത്താൽ മതി. ഈ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കണം. 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി വേണമെങ്കിൽ പാല് ചേർക്കാം, അതുപോലെ തൈര് അങ്ങനെയൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഉപ്പും മൈദയും മാത്രം ചേർത്തിട്ടും പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ലെയർ ആയിട്ട് നമുക്ക് നമ്മുടെ പൊറോട്ട കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൊറോട്ട കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത് മുഴുവനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഒരു ചെറു ചൂടുള്ള വെള്ളം കേട്ടോ, ഒരുപാട് ചൂടുണ്ടാവും ചെയ്യരുതേ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കരുതേ. ഞാൻ ഇതിന് മുൻപ് വീശി അടിക്കുന്ന പൊറോട്ടയിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പൊറോട്ട വീശി അടിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ചെറുതാകുമ്പോൾ തന്നെ പഠിച്ചതാണ് പൊറോട്ട വീശി അടിക്കുന്നത് വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുമായിരുന്നു പൊറോട്ട. ഞങ്ങൾ ചെറുതാകുമ്പോൾ തന്നെ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലേ ഉമ്മ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പൊറോട്ട. ആ സമയത്താണ് ഞാൻ ഈ പൊറോട്ട വീശി അടിക്കാനൊക്കെ പഠിച്ചത്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ പൊറോട്ട കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്, അങ്ങനെയെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇതിനെ. ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഈ മൈദയുടെ മാവ് ഏകദേശം ഒരു 10-15 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കുഴയിലാണ് നമ്മുടെ പൊറോട്ട എത്രത്തോളം സോഫ്റ്റായി വരും എന്ന് തീരുമാനിക്കണം കേട്ടോ. അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇനി കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കയ്യിൽ ഇതുപോലെ കുറച്ച് എണ്ണയാക്കുക. നന്നായി ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് സ്റ്റിക്ക് ചെയ്ത് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത പാത്രത്തിലോട്ട് തന്നെ മാറ്റിയിരിക്കണം. ഇത് കണ്ടോ, ഇത്രയും സോഫ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ ഈ പാന് ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വെക്കാനും ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഫ്രണ്ട്സ്, നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവാട്ടോ ഇത്. നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. നമുക്കിനി ഇത് വീണ്ടും കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴച്ചെടുക്കണോ അത്രത്തോളം സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും വരും കേട്ടോ നമ്മുടെ പൊറോട്ട. ഇപ്പോൾ ഞാൻ കയ്യിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ, എന്നാലും നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാണ്. നമ്മുടെ മാവ് റെഡിയാക്കിയതിന് ശേഷം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ചുകൂടെ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ഈ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ കടലമാവ് കേട്ടോ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ അധികം സൺഫ്ലവർ ഓയിൽ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അത് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് കൂടും, പക്ഷേ ഒന്നുകൂടെ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ. ഇനി നമുക്കിത് ആവശ്യമുള്ള ഷേപ്പിലും സൈസിലൊക്കെ മുറിച്ചെടുക്കാം. ഒരുപാട് വലിയ പൊറോട്ടയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, ചെറിയ പൊറോട്ടകളാണ് ഉണ്ടാക്കുന്നത്. കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഇനി ഇത് ഇപ്പോൾ ഒരു വലിയൊരു ഷേപ്പൊന്നും ഇല്ലല്ലോ. ഇനി ഇതിപ്പോൾ ഒന്ന് ഷേപ്പാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരേ വലിപ്പം നല്ല സ്മൂത്തായിട്ടുള്ളത് കിട്ടി. നമുക്ക് ഒരേ വലിപ്പത്തിൽ ഇതുപോലെ നമുക്ക് മുറിച്ച് വയ്ക്കാം. ബാക്കിയുള്ള മാവ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാണ്. ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു മാവ് കൊണ്ട് ഒരു പൊറോട്ട ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ചെറിയ മാവ് ഉണ്ടാക്കുന്നത്. ഇനി 2 പൊറോട്ടയ്ക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് മാവ് അധികം എടുക്കാം. ഡബിൾ സൈസ് എടുത്തിട്ട് വീശിയതിന് ശേഷം, ഇവിടെ നമ്മൾ പരത്താണല്ലോ, വീശിയതിന് ശേഷം നമുക്ക് 2 പീസാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. പരത്തുന്നത് കൊണ്ട് തന്നെ ചെറിയത് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയാണ് മാവ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ മുഴുവൻ മാവുകളും നമുക്ക് റെഡിയാക്കി വെക്കാം. ഫ്രണ്ട്സ്,
ഞാൻ നമ്മുടെ മാവ് മുഴുവൻ ഇങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നമുക്ക് കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാൻ തുടങ്ങാം കേട്ടോ. കാരണം അപ്പോഴേക്കിനും ആദ്യത്തെ നമ്മുടെ ബോൾ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവും. ഫ്രണ്ട്സ്, 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട ഷേപ്പ് ചെയ്തെടുക്കാം അല്ലേ. ഞാൻ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എണ്ണയിൽ വേണം കേട്ടോ ചെയ്യാൻ. ഞാനിവിടെ ഒരു റോളിംഗ് പിന്ന് എടുത്തിട്ടുണ്ട്. റോളിംഗ് പിന്ന് എണ്ണ നന്നായിട്ട് തടഞ്ഞിട്ടുണ്ട് റോളിംഗ് പിന്നിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ പൊറോട്ട പരത്തിയെടുക്കാനുള്ള സ്പേസിലും ഞാൻ എണ്ണ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പ് തന്നെ ഉപയോഗിക്കണം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മാവുകൾ നമുക്ക് എടുക്കാം. ഇനി മാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. ഇനി വീശിയെടുക്കുകയാണെങ്കിൽ ഈ പൊസിഷനിൽ വേണ്ടത് വീശിയെടുക്കാൻ. എന്നാൽ നമ്മൾ ഇവിടെ ഈ റോളിംഗ് പിന്നെ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കലേ. അപ്പോൾ കഴിയുന്നത്ര കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കണം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം നൈസാക്കാൻ കഴിയുമോ അത്രയും നൈസാക്കി എടുക്കാൻ വേണ്ടത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മാവ് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യാം. വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂണൊക്കെ മതി. അത് കൂടാണ്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം മൈദ തന്നെ സ്പ്രെഡ് ചെയ്യണം. ഈ മൈദ വേണമെന്ന് നിർബന്ധമില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് തന്നെ നന്നായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് രണ്ടും. ഇനി നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടേ. ഇങ്ങനെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്ക് കഴിയുന്നത്ര കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കാണ്ടേ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്കിത് ചുറ്റിയെടുക്കാൻ വേണ്ടേ. ചുറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന പൊറോട്ട നമ്മൾ കാണിക്കില്ലേ, അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുറ്റിയെടുക്കാം. ഞാൻ ഒരു പൊറോട്ട ഇവിടെ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വെക്കാം. ഇനി നമുക്ക് അടുത്ത പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഇനി വേണമെങ്കിൽ നമ്മുടെ പൊറോട്ട വീശി അടിക്കുകയും ചെയ്യട്ടോ. എനിക്കൊന്നുകൂടെ കംഫർട്ട് വീശി അടിക്കുന്ന പൊറോട്ടേനെ. നല്ല നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊറോട്ട. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മൈദ കൂടെ സ്പ്രെഡ് ചെയ്യും. ഈ മൈദ വേണമെങ്കിൽ ഒരു നിർബന്ധമില്ല, ചേർക്കുകയാണെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പൊറോട്ട എടുത്തിട്ട് റോൾ ചെയ്യാം. ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പൊറോട്ടകളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം വേണം നമ്മുടെ പൊറോട്ട നമുക്ക് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഓരോ പൊറോട്ടയായിട്ട് എടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. വേണ്ടത് ഓൾറെഡി നമ്മൾ ഇതിലോട്ട് എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക വേണ്ടത്. ഇവിടെ നിറയെ ലെയേഴ്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കഴിയുന്നത്ര കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്യുക. ഇനി കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ റോളിംഗ് പിന്നെ ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. എത്ര സ്പ്രെഡ് ചെയ്താലും ഇത് വീണ്ടും ചെറുതായി വരും നമ്മൾ പാനിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ കഴിയുന്നത്ര സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചൂടായ പാനിലോട്ട് മാറ്റാം. ചൂടായ പാനിലോട്ട് ഞാൻ പൊറോട്ട മാറ്റിയിരിക്കുകയാണ്. അല്ലെങ്കിൽ 2 പൊറോട്ടയ്ക്ക് ഈ പാനിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ പൊറോട്ട കുക്കായി വരുമ്പോഴേക്കിനും ഈ പൊറോട്ട നമുക്ക് പരത്തി വെക്കാം. ഇവിടെ ഞാൻ എണ്ണയൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് പരത്തിയെടുത്താലും മതി. നമുക്ക് പൊറോട്ട തിരിച്ചിടാം. ഈ സമയത്ത് നമുക്കിതിന് മുകളിലായിട്ട് ഏകദേശം 1 ടീസ്പൂണൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പൊറോട്ട കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത് ഞാൻ നേരത്തെ പരത്തി വെച്ച പൊറോട്ടേനെ നമുക്കിത് പാനിലോട്ട് മാറ്റാം. ഇനി ഇത് ഇരുന്നിട്ട് കുക്കായി വയ്ക്കാം. ഇനി നമുക്ക് ഓരോ പൊറോട്ടയായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, 4-5 പൊറോട്ട ഞാനിവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ പൊറോട്ട ഇപ്പോൾ ലെയറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് നന്നായിട്ടൊന്ന് അടിക്കണം കൈ ഉപയോഗിച്ചിട്ട് തന്നെ. നല്ല ചൂടോടുകൂടെ തന്നെ അടിക്കണം കേട്ടോ. എന്നാലുള്ള നമ്മുടെ പൊറോട്ട ഒരുപാട് ലെയറായിട്ട് നമുക്ക് കിട്ടുക. ഇതുപോലെയാണ് അടിക്കേണ്ടത്. നല്ല ചൂടുണ്ടേ. ഓരോ ലെയറും സെപ്പറേറ്റായി കിട്ടുന്നത് പോലെ അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പൊറോട്ട ഓരോ ലെയറായിട്ട് വേറിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കിയത് ദം പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ദം പൊറോട്ട. അപ്പോൾ ദം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹോം മെയ്ഡ് ലായേഡ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ ലായേഡ് പൊറോട്ട ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് വീശാതെ ഉണ്ടാക്കിയ പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.